കൊറേ ആയല്ലോ റെഡി ചെയ്യാൻ തുടങ്ങിട്ട്. ഇന്ന് എങ്ങോട്ടാ? പ്രിയേ, എങ്ങോട്ടാന്ന്? നീതു, ഞാൻ പറഞ്ഞില്ലേ എന്റെ ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെയുള്ള പുള്ളി ഇന്ന് പുറത്തുണ്ടോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നാ പുള്ളി ഒന്ന് ഫ്രീ ആയ. ഓ ഐ സി. മിസ്റ്റർ സീനിയർ പറടാ. നിങ്ങൾ ഇറങ്ങിയോടാ? ഇല്ലില്ല, ഞാനൊരു 10-15 മിനിറ്റ്സോടെ ഇറങ്ങും. ഇവിടുന്ന് ഒരു 15 മിനിറ്റ്സ് ഡ്രൈവ് കാണും. എന്താ പരിപാടി? അങ്ങനെ പ്ലാനൊന്നുമില്ല. അവരോട് സ്ഥലമൊന്നും കണ്ടിട്ടൊന്നുമില്ലല്ലോ, പോകുന്നതിനൊരു സ്ഥലം കാണിക്കാം. പിന്നെ ഷോപ്പിംഗ് വല്ലതും ഉണ്ടോ? എന്നാൽ പ്ലാൻ ചെയ്യായിരുന്നു. ഷോപ്പിംഗ് ഒന്നും ഇല്ലടാ, ഇവിടെ നല്ല സെറ്റാക്കി വിട്ടേക്കുന്നത്. പിന്നെ അവിടെ വന്നിട്ട് അവളുടെ മൂഡൊന്നും നോക്കി ആയിരിക്കത്തില്ല. നിനക്കറിയാമല്ലോ അവളെ വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിന്നിട്ടൊന്നുമില്ലല്ലോ. പിന്നെ നീ അവിടെ ഉള്ളത് ഞാനവിടെ ഉള്ളതല്ലേടാ. നിന്നെയൊക്കെ കണ്ട് പുറത്തൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ അവളെ തെറ്റാവും. നീ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാ, ഡോ വറി. ഞാൻ വൈകിട്ട് വിളിക്കാം, നീ വെച്ചോ. ഓക്കെ. നിന്റെ ഒക്കെ ഭാഗ്യം. കാനഡ വന്നിട്ട് പുറത്തൊക്കെ കൊണ്ടുപോകാനും സ്ഥലങ്ങളൊക്കെ കാണിക്കാനൊക്കെ ഒരാളുണ്ടല്ലോ. നീതു, ഞാനേ കാനഡ വന്നത് തന്നെ ആ ആൾക്ക് വേണ്ടിയാ. ഇടി കള്ളി പെണ്ണേ, ലൈനാണല്ലേ? അതിനൊന്നുമല്ല. പിന്നെ എടി, അതെ, പുള്ളി സ്കൂളിൽ ചേട്ടൻ്റെ ജൂനിയർ ആയിരുന്നു. അന്ന് തൊട്ട് അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാ. ഒരു വീട്ടിലാണെങ്കിൽ അപ്പയ്ക്കും അമ്മയ്ക്കും ഒരു മോനെ പോലെ. ഇതൊക്കെ ജീവനെ പോലെ അല്ലേ? ഒന്ന് പൊടി. അയ്യ ബദുബായ് പിള്ളേരുടെ സ്റ്റാൻഡ് എങ്ങനെ? എന്താ സ്റ്റാൻഡ്? ചേട്ടനേക്കാളും കാര്യത്തിലാ പുള്ളി നാട്ടിൽ തന്നെ കൊണ്ടു കിടന്നോണ്ടിരുന്നത്. നീ ഇതെങ്ങാനും പോയി പറഞ്ഞ വടി വെട്ടിയടിക്കും. എനിക്ക് പേടിയാ മോളെ. അപ്പൊ സേവിച്ചേട്ടൻ അറിഞ്ഞല്ലോ? അറിയില്ല. ഓ, കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ഞാൻ പോണേ. ഓൾ ദ ബെസ്റ്റ്. ഈ സ്ഥലം കൊള്ളാലോ. ആ ഫോണിൽ നിന്നാ ഞാനൊരു ഫോട്ടോ എടുക്കാം. സ്മൈൽ. മരീച്ച് പോസ്റ്റ് അടി. ഓക്കെ, കൊള്ളാവോ? കൊള്ളാം. നമുക്കൊരു സെൽഫി എടുത്താലോ? ഓക്കെ. അടിയിലേക്ക്. എന്താ? ഹണ്ണാൻ. അങ്ങനല്ല, ഹണ്ണാൻ. അതിന് അതെന്താ പിടിച്ച് കഴിക്കൂ? ഇല്ല, ഇതിനൊന്നും പേടിയില്ലേ? മാറാ. അടുത്തോ? ഞാൻ 2 കോഫി വെച്ചിട്ടോ. ഞാനും പറഞ്ഞോ? വേണ്ട, ഞാൻ പോയിട്ടോ. അല്ല, ഇനി പോർണ വഴി വല്ല അണ്ണാനെയും കണ്ടാലോ? എലിക്കേറ്റുണ്ടോ? അയ്യേ, ഇതെന്നാ? ഇതിന് കയ്പാ. കയ്പോ? അയ്യോ, അതെൻ്റെ. അയ്യോ, ലിപ്സ്റ്റിക്. ഓ, പോയി.
എന്താ ഒന്ന് ഞാൻ ലിപ്സ്റ്റിക് ഒന്നുമല്ല കുടിക്ക്. അതെന്താ ഫോൺ എടുക്കാത്ത? ഓ അതൊരു കല്യാണാലോചനയാ. നാട്ടിൽ നിന്ന് വന്ന ഇവിടെ ഉള്ളൊരു പുള്ളിക്കാരിയാ. ഞാൻ തീറ്റ വിളിച്ചോ. കല്യാണോ? പിന്നെ പ്രായം എത്ര എന്ന് വെച്ചോണ്ടാ. പിന്നെ ചേട്ടനിപ്പോ കിട്ടി 2 പിള്ളേരായില്ലേ. ഓ അത് പറഞ്ഞപ്പോൾ ഓർത്തെ, അടുത്ത ദിവസം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. തന്നെ പോകാൻ ഭയങ്കര ചമ്മല. നീ വരോ? ഓക്കെ. എടി സ്നേഹേ, ഇതെങ്കിലും നടക്കുമോ? നിനക്ക് മടുപ്പില്ലെങ്കിലും എനിക്ക് നല്ല മടുപ്പുണ്ട്. നീ നോക്കിക്കോ, ഇത് ഞാൻ സെറ്റാക്കും. ഇതുവരെ കണ്ടവരെ പോലെ അല്ല, ഇതെന്റെ ചെക്ക് ലിസ്റ്റ് മീറ്റ് ചെയ്യുന്ന ഐറ്റോ. ഒരിക്കട്ടെ ഒന്നേ സന്തോഷ്ട. ഇത്ര ക്യാഷ്വൽ ആക്കണ്ടായിരുന്നു. ക്യാഷോ? പുള്ളിക്കാരി എന്ത് വിചാരിക്കും? ആ ഷർട്ടൊക്കെ എടുത്തങ്ങ് ടക്കൻ ചെയ്യാ. അതൊക്കെ വേണം. പെണ്ണ് കാണാൻ പോകുമ്പോൾ കുറച്ച് ഫോർമൽ ആയിട്ടൊക്കെ വേണം പോവാൻ. അതാണ് അതിന്റെ ഒരു മര്യാദ. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ ബെൽറ്റ് കുറച്ച് ലൂസ് ആയിരുന്നു. അതൊന്നും സാരല്ല. ഈ ബെൽറ്റൊക്കെ പിടിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടുന്ന ഒരു സ്റ്റൈലാണ് ഈ തലപ്പത്തിക്ക് ചെയ്യുന്ന പോലെ. ഓക്കെ ആ കുഴപ്പമില്ല. ഇതൊക്കെ അങ്ങ് താത്തി. ഇത് വേണോ? ആന്നേ, ശരിയാക്കി തരാം. അത് മുന്നേഷ് കുമാർ ലുക്കായിട്ടുണ്ട്. നോക്കുന്നത് പോയാലോ? ലേറ്റ് അല്ലേ? വാ. അവരെത്തി. ആരുടെയാ കൂടെ വരുന്നത്? ഒരു ഫ്രണ്ട് കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ബെസ്റ്റിയാണോ? നീയൊന്നും സൂക്ഷിച്ചോ. ദൂരെ നോക്കുമ്പോ രശ്മിക മന്ദാന ലുക്കൊക്കെ വരുന്നുണ്ട്. ആ സ്ത്രീ ഒരു വള്ളിയാവാതെ നോക്കിക്കോ. കണ്ണിൽ കർപ്പൂര ദീപമോ, ശ്രീവല്ലി വാക്കിൽ കല്യാണി രാഗമോ. ഒന്ന് പോയടി. ഓ അവര് നേരത്തെ എത്തിയെന്ന് തോന്നുന്നു. ഹായ്. ഹായ്. കുറേ വന്നിട്ട് സോറി, ഞങ്ങളെ ലേറ്റ് ആയി. ദാറ്റ്സ് ഓക്കെ. ഇത് എന്റെ ഫ്രണ്ട് മീനു. ഹായ്. ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു റിയ? ഹായ്. ഫ്രണ്ടാണോ? ആ ബെസ്റ്റ് ഫ്രണ്ടാ? യാ ഷീസ് ലൈക്ക് ഫാമിലി. ചെറുപ്പത്തോട്ടെ അറിയാം. വന്നിട്ട് കുറച്ചാളേ ഉള്ളൂ. എന്തൊക്കെ അറിയണം. ഇതുപോലെ പറഞ്ഞ വള്ളിയാവോ? നമുക്കൊന്ന് മാറി നിന്ന് സംസാരിക്കാം അല്ലേ? ഓക്കെ. വരാം. കേക്കണ്ട താമസം ഓണാണ്ടില്ലേ? ഇല്ല ഞാനിനി സെറ്റാവോ? ഇത് സെറ്റാവുന്ന തോന്നണം. ഹായ്, ഇവിടേക്ക് ഇഷ്ടായോ? പിന്നെ വല്ലാണ്ട്. ഫുഡൊക്കെ സെറ്റായോ? എന്താ ഏറ്റവും ഇഷ്ടം? ഫുഡോ? ബോണ്ട. നല്ല മുടിയാണല്ലോ. കുട്ടിയിലൊക്കെ പിടിക്കുന്നു. എനിക്കിതൊന്നും കാണാൻ വയ്യ. അവളെ ഞാൻ കൊല്ലും. ഇവളെ ചെക്കന്മാർക്ക് മുടിയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോറി. ഓ എന്തായാലും ബിഗ് അല്ല. അവന്റെ ഒരു തലവറി അലവലാറി. അമ്മ വിളിക്കുവാണേ. ഇതിന്റെ അഭിപ്രായം അറിയാൻ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ ഒന്ന് എടുക്കട്ടെ. കഴിഞ്ഞില്ലേ? പോയാലോ? പുള്ളിക്കാരി കോളാ. നമുക്ക് ബൈ പറഞ്ഞിട്ട് പോ. എന്നാ ചിരിക്കുന്ന? അല്ല എന്താ ചിരിക്കുന്നേ? ഷുമില്ല. അത്ര പോരാല്ലേ? ഇച്ചിരി ഓവറാ. ഒരു സെൻസൊക്കെ ഉണ്ട്. പിന്നെ ഘടനയും കൊള്ളാം. അമ്മ ഹാപ്പിയായി.
ഞങ്ങളല്ലേ മാറിക്കോട്ടെ, ലേറ്റ് ആയില്ലേ, ഇവള് ബോറടിക്കുന്നതാണ്. ഓക്കെ. ഓക്കെ ശരി. അതെ, നമ്മൾ ഇനി എന്നാ കാണുന്നേ? നമ്മൾ മാത്രം. வீசிப்போன புயலில் என் வேர்கள் சாயவில்லை, ஒரு பட்டாம் பூச்சி மோத அது பட்டென்று சாய்ந்ததடி. இந்த காதல் சொல்ல என் இதயம் கையில் வைத்தேன், நீ தாண்டி போன போது அது தரையில் விழுந்ததடி. மண்ணிலே செம்மண்ணிலே என் இதயம் துள்ளுதடி, ஒவ்வொரு துடிப்பிலும் உன் பேர் சொல்லுதடி. கனவு பூவே வருக, உன் கையால் இதயம் தொடுக, எந்த இதயம் கொண்டு நீ உந்தன் இதயம் தருக. ഹായ്. ഹായ്. നൈസ് കളർ. നൈസ് ഷോ. സോറി, ഇന്ന് ഞാൻ ലേറ്റ് അല്ലേ? അത് സാര്. ഇപ്പൊ ഒക്കെ ലേറ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. കല്യാണത്തിനൊന്ന് താലി കെട്ടാൻ കറക്റ്റ് ടൈമിന് എത്തിയാൽ മതി. ശ്രമിക്കാം. ഓ താങ്ക്സ് ഫോർ കോഫി. ടീക്ക 2 cream 1 sugar. കറക്റ്റ് അല്ലേ? താങ്ക് യു. തണുത്തു പോയിട്ടുണ്ടാവും. ഓ കുറച്ചാലേ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു. സത്യത്തിൽ ഈ വെയിറ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തോ ഒരു പ്രത്യേക ഫീൽ. വെരി ഗുഡ്. എങ്കിലേ ഇടയ്ക്കിടയ്ക്ക് ഇതൊരു വെയിറ്റിംഗ് തരാതെ. എങ്കിലേ ഞാനും തന്നു നോക്കാം. എനിക്ക് വന്ന ഫീല് അവിടെ വരുന്നുണ്ടോ എന്ന് അറിയാലോ. അതിന് വളരെ ചാൻസ് കുറവായിരിക്കും. അപ്പനും അമ്മയും പുറത്തു പോകാൻ ഇറങ്ങുമ്പോഴേ ഒരുങ്ങുന്ന പേരിൽ അമ്മ അപ്പന് നല്ല പോസ്റ്റ് കൊടുക്കുന്നത് ഞാൻ കാണുന്ന. അതോടെ എനിക്ക് വന്ന പോസ്റ്റ് തന്നാലുണ്ടല്ലോ, എന്നാൽ അപ്പനിരിക്കുന്ന പോലെ പുറത്തൊരു പാത്രം കൂടി അത്ര മതി ഞാനും ഇരിക്കും. അതെ, I can't make zero states. എനിക്ക് കൈ വിടണം. കോപ്പില സ്വപ്നം. ഈശ്വര, എല്ലാം കൈവിട്ട് പോവാണല്ലോ. എന്തായാലും പെട്ടെന്ന് ചെയ്യണം. എന്ത് ഫോൺ ഇറി. സോറി, ഒന്നും ലേറ്റ് ആയി അല്ലേ? സോറി. ഞാൻ കുറച്ച് പങ്ക്ച്വലാ. എന്നോട് ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കറക്റ്റ് ടൈമിന് എത്തും. അതെനിക്ക് നിർബന്ധം. ഞാൻ ഇനി ശ്രദ്ധിച്ചോ. സോറി. സോറി ഒന്നും വേണ്ട. ഞാൻ റീസെന്റ് വായിച്ചൊരു ബുക്കിലുണ്ടായിരുന്നു, നമ്മൾ ഒരാളുടെ ടൈമിന് വാല്യൂ കൊടുക്കുന്നത് അയാൾക്കൊരു ബൊക്കെ കൊടുക്കുന്നതിന് തുല്യമാണ്. എന്റെ കുറെ സ്വഭാവങ്ങളെല്ലാം ഞാൻ വായിക്കുന്ന ബുക്കിൽ നിന്നാവും. ഞാൻ കുറെ വായിച്ചിട്ട്. വായിക്കോന്ന്. ആ വല്ലപ്പോഴും ഒക്കേഷണലി അൺസെക്കായിട്ട് കൊടുപ്പോ. വായിക്കോന്നാ ചോദിച്ചേ, അടിക്കോന്നല്ല. ഓ ഓ അതില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇഷ്ടമൊന്നുമില്ല. ഓ അപ്പൊ അതാണ് കാര്യം. റിയ അല്ലേ? ഈ ലേറ്റ് ആയതിനും മൈൻഡ് ഇവിടെ ഇല്ലാത്തതിന്റെ ഒക്കെ റീസൺ ഇതാണ്. എന്റെ ഫ്രണ്ട് മീനു അന്നേ പറഞ്ഞതാ ഇത് ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന്? ഈ ഗേൾ ഡസ്റ്റി റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ വാട്ട് എവർ, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞേ? ഏ നീ കുറെ നേരം വല്ല ഷോ കാണിക്കുന്നു. ഇതൊരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ടല്ലേ എന്നെ വാങ്ങിയിരിക്കുന്നത് കേട്ടാലേ. കുറെ നാളടിക്ക് നടക്കുമല്ലേ, കല്യാണമൊന്നും ആയിട്ടില്ലല്ലോ. നിന്റെ ഈ സ്വഭാവം കൊണ്ടാ. എന്നാ ചായയുടെ പൈസ. ചില്ലൂട്ടിരിക്കുന്ന ഉരുണ്ടപ്പൊരി ഇല്ലേ, അതോടെ അടുത്ത് വായിട്. കുറച്ച് നേരം അങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ. അതും ചേച്ചി എന്റെ ചെക്ക് ലിസ്റ്റ്. നിനക്ക് എന്നാ വേണ്ടേ? അത് ഒന്ന് കാണാൻ പറ്റുമോ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? കാണുമ്പോൾ പറയാം. അത് നമ്മൾ നടക്കാൻ പോയ സ്ഥലമല്ലേ, അങ്ങോട്ടൊന്ന് വരുമോ? ഓക്കെ ശരി. കാണുമ്പോൾ എന്നാ പറയാനാ പോന്നു? അല്ല, ഇഷ്ടമെന്ന് പറയുമ്പോൾ
റിയ എൻ്റെ പൊന്നറിയെ ലേറ്റ് ആയെന്ന് പറഞ്ഞ് തലേക്കയറാൻ വന്നേക്കല്ലേ ഒന്നാമത് പൊളിഞ്ഞിരിക്കുക. ഏയ് ഞാൻ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. നീ എന്നെ കാണുമെന്ന് പറഞ്ഞേ. അത് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. നീ വന്ന് കയറിയില്ലോടി, അതിന് മുമ്പ് പ്രശ്നം ഉണ്ടാക്കിയോ? ഏയ് ഇത് വർഷങ്ങളായിട്ടുള്ളൊരു പ്രശ്നമാണ്. എന്നാടി ഈ ടോണിനൊക്കെ ഒരു മാറ്റം? സീരിയസ് ഇഷ്യൂലാണോ? സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ ആകെ സീരിയസ് ആയിട്ടുള്ളത് ഈ ഒരു കാര്യത്തിലാണ്. എന്നാന്നേ കാര്യം പറ. അത് എനിക്കൊരാളെ ഇഷ്ടമാണ്. സ്കൂൾ തൊട്ട് തുടങ്ങിയതാ. സ്കൂൾ തൊട്ടോ? ആരാടി ഞാൻ അറിയത്തൊരാള്? നിന്റെ ചേട്ടനത് അറിയാവോ? എടി പെണ്ണേ, നിന്റെ ചേട്ടനോട് പറയാം എന്നെ കൂട്ടുപിടിക്കാൻ വന്നാണെങ്കിൽ എന്നെ വിട്ടേക്ക്, ഞാൻ പോവാ. ഏയ് അതൊന്നും അല്ല. പിന്നെ ആരാ? എന്നാ പറ. ആരാ? എനിക്ക് ചെറുപ്പം തൊട്ടേ ഒരാളെ മാത്രമേ ഇഷ്ടമുള്ളൂ. അന്നും ഇന്നും എന്നും ഒക്കെ അവൻ മാത്രമേ ഉള്ളൂ. അവനില്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. അവൻ എന്റെ ജീവന. അവൻ നീയാ. ആരാണ്? I love you. എന്റെ പൊന്നെ, എന്താന്ന്? ദേ എന്നെ എന്നാന്ന് വെച്ചാ പറഞ്ഞോ. ബട്ട് ഇത് ഉള്ളതാ. എന്നെ കൈവിട്ടു പോകുന്ന ഉറപ്പായപ്പോ വേറെ നിവൃത്തിയില്ലാത്തോണ്ട് പറയുന്നതാ. റിയ, നീ എന്ത് മണ്ടത്തരായി പറയണേ? ഇതുങ്ങാണ്ട് സേവിച്ച് അറിഞ്ഞോണ്ടല്ലോ. ഈ നാണക്കേട് പോട്ടെ. നിന്റെ അച്ഛനും അമ്മയും അറിഞ്ഞോണ്ടല്ലോ. അവരൊക്കെ നിന്റെ മോനെ പോലെയല്ലേ കരുതുന്നത്. ഓ അതിപ്പോ ഒരു മലമാർ പോലെ കട ഞാൻ പറഞ്ഞു. എന്നാ കോപ്പ് മിണ്ടരുത്. ഇനി റിയേ, ഇവിടെ എത്ര നല്ല ചെറുക്കന്മാരോടെന്ന് അറിയാവോ? നീ പോയി അവിടെ ആരെങ്കിലും സെറ്റാക്ക്. ചുമ്മാ തമാശയല്ല, ഒന്ന് മനസ്സിലാക്ക്. പേര് പോലും അറിയാത്ത ഏതോ ഒരു കോഴ്സ് എടുത്ത് ഇവിടെ വന്ന് കിടക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാ. പിന്നെ മെല്ലെ മെല്ലെ പറയാന്നാ ഓർത്തത്. അപ്പോഴോ അവന്റെ കോപ്പിലെ സ്നേഹം എന്റെ ഉറക്കം പോയിരിക്കുക. റിയ, ചുമ്മാ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വീട്ടിൽ പോയി ഒന്ന് പറയുന്നത് പോയി. ഇത്ര പെട്ടെന്ന് എത്തിയോ? എന്തായി അറിഞ്ഞു? ശരിക്കോ? എന്നിട്ട് ഓക്കെ ആയോ? ഹേയ് എന്തു പറ്റി? നമുക്ക് പിന്നെ സംസാരിക്കാം. ഹലോ, എന്താടാ സൗണ്ട് വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ലടാ, പറ. എന്നാ ഉണ്ട്? വീട്ടിലേക്കല്ലേ എന്നാ പറഞ്ഞു? ഓ ഒന്നും പറയണ്ട. അവള് പോയപ്പോൾ തൊട്ട് അവളുടെ കല്യാണ തിരക്കാണ് അവരിവിടെ. അവളുള്ളപ്പോൾ ഇതൊന്നും നടക്കത്തില്ലല്ലോ. ഇപ്പൊ ഏതോ പറഞ്ഞ സെറ്റായി വരുന്നുണ്ട്. ഓ അതുകൊള്ളാലോ. നമുക്കറിയാവുന്നവരിലോ ആണോ? ഓ എവിടുന്ന്? ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. നാട് കണ്ണൂർ ഭാഗത്തോടെ വാങ്ങത്തു. ആരാ എന്നാന്നൊക്കെ ഇനി അന്വേഷിച്ചു. ആളിന്റെ സ്വഭാവം എന്നാ, ഫാമിലി, പാസ്റ്റ്, പ്രസന്റ് ഇതൊന്നും അറിയാതെ കൂടെ പറഞ്ഞ ഇത്ര നാളും പൊന്നുപോലെ കൊണ്ടുവന്ന കൊച്ചിനെ പിടിച്ച് കൊടുക്കണമല്ലോ നോക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടല്ലോടാ. ഏയ് കുഴപ്പമൊന്നും കാണില്ലടാ. നീ ശരിക്കൊന്ന് അന്വേഷിക്കേ. ഡാ നിനക്ക് കെട്ടിക്കൊണ്ടടാ അവളെ. അല്ലടാ, എത്ര അന്വേഷിച്ചെന്ന് പറഞ്ഞാലും ആൾക്കാർ മനസ്സിലാക്കാൻ പാടാ. നീ ആ ടെൻഷൻ ഉണ്ടല്ലോ. എടാ അത് പിന്നെ നിന്നെയാണെങ്കിൽ നിന്നെക്കാളും കൂടി ഞങ്ങൾക്കറിയാം. എന്നുകൂടി കാണുന്നതാണ് നിന്നെ. റിയ വിളിച്ചപ്പോൾ എന്നോടെല്ലാം പറഞ്ഞായിരുന്നു പറ. പിന്നെ അവള് പറഞ്ഞില്ലെങ്കിലും പണ്ടേ ഇതൊക്കെ എനിക്ക് മനസ്സിലായതാ. ഒന്നുമില്ലല്ലോ അവളുടെ ചേട്ടൻ കടന. പിന്നെ നിന്റെ അപ്പനും അമ്മയൊക്കെ ഉള്ള വീട്ടിലേക്ക് അവളെ പറഞ്ഞു വിടുമ്പോൾ ഉള്ള ഭാഗ്യവും സന്തോഷവും ഒക്കെ അവക്കോ ഞങ്ങൾക്കോ വേറെ കിട്ടാനുണ്ടോടാ. നീയൊന്ന് ആലോചിക്കുക. എങ്കിൽ ശരി, ഞാൻ വെച്ചേക്കാം. പിന്നെ ഈ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താണെങ്കിലും നമുക്കിടയിലൊരു വിഷയത്തില്ല കേട്ടോ. ശരി.
ലൈഫിൽ ആദ്യമായിട്ട് മഞ്ഞ് കണ്ടിട്ട് എന്ന മുഖത്തൊരു സന്തോഷമില്ലാതെ. പ്രിയ, സേവിച്ചിനെ കൊണ്ടൊരു ചേട്ടനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. പുള്ളി എന്നെ ഒരു ഫ്രണ്ടായിട്ടൊന്നും അല്ല, പുള്ളി ചെറുപ്പം തൊട്ട് എന്നെ ഒരു അനിയനെ പോലെ കണ്ടോണ്ടിരുന്നു. നിന്നോടാണെങ്കിലും എന്നോടാണെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മളെ നല്ലതിന് വേണ്ടിയായിരിക്കും, അല്ലേ? ഉപദേശിക്കാനാണെങ്കിൽ ഫോൺ വിളിച്ച് ഉപദേശിച്ചാൽ പോലും നീ വന്നിട്ടുണ്ടോ? പിന്നെ നിന്റെ വീട്ടിൽ നിനക്ക് കല്യാണം ആലോചിക്കുന്നതായിരുന്നു, നീ അറിഞ്ഞോ? പോയ പോഴ തുടങ്ങിയ അത്രയായിരിക്കും സുഖേട്. ഇത്ര മുട്ടി നിൽക്കുകയാണെങ്കിൽ അമ്മേനെ കടിച്ചോളൂ. ആ കാര്യത്തിൽ അവന് നല്ല ടെൻഷനുണ്ട്. നിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ വയ്യെന്ന് അവൻ പറയുന്നത്. സോ എന്നോട് കെട്ടാവും ചോദിച്ചു, അതിനോക്കെ നിന്റെ ചേട്ടനുണ്ടല്ലോ, എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, അങ്ങേര് പറയുവാ നിന്നെ കെട്ടാൻ ചെറുക്കൻ ആരാ, എങ്ങനെയാ, ഫാമിലി, ഇതൊക്കെ അറിയാൻ ഭയങ്കര പാടാണ്. ഞാനാണെങ്കിൽ അവർക്കെല്ലാം അറിയാലോ, അപ്പം ആ ടെൻഷനില്ല. പിന്നെ മെയിൻ കാര്യമുണ്ടല്ലോ, അങ്ങേരുടെ പുന്നാര പെങ്ങൾക്ക് ചെറുപ്പം തൊട്ട് എന്നോട് ഭയങ്കര പ്രേമമാണ്. അപ്പം എങ്ങനെയാ നോക്കി കെട്ടിയാലോ? സത്യം പറ, ശരിക്കും പറോ? അല്ല തുമ്മ പറ, ഒന്നുകൂടി പറ. നിന്റെ ചേട്ടൻ പറയാ എൻ്റെ അപ്പനും നമ്മളെ വീട്ടിലേക്ക് നിന്നെ കെട്ടിച്ചു വിടുന്നെങ്കിൽ അതിലും ഭാഗ്യ സന്തോഷമൊന്നും അവർക്ക് വേറെ ഇല്ലെന്ന്. പക്ഷെ കെട്ടിക്കൊണ്ട് പോകുന്ന നിന്നെയാണെങ്കിൽ ഞങ്ങൾക്കല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ഈശ്വരേ, ഒന്ന് വിളിക്ക്, ഒന്ന് മുറുക്കെ. ഒന്ന് പോകാൻ പണ്ട് ചെറുപ്പത്തിൽ റോഡ് ക്രോസ് ചെയ്യാൻ ആദ്യമായി ഈ കൈ പിടിച്ചപ്പോ തൊട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചതാ, ഈ കൈ ഞാൻ ഒരിക്കലും വിടില്ലെന്ന്. അന്ന് തൊട്ട് ഈ ഒരു ദിവസത്തിനായി ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും കാണില്ല. ചില പ്രാർത്ഥനകൾ അങ്ങനെ അപ്പൊ തന്നെ ഒന്നും ബലം കിട്ടില്ലായിരിക്കും, ബട്ട് അത് ആത്മാർത്ഥമാണെങ്കിൽ അതിനൊരു ദിവസം ബലം കിട്ടും മോനെ. ബട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ കേട്ടോ, നമ്മൾ കുറച്ച് വർക്കൊക്കെ ചെയ്യണം. +2 മുതലുള്ള ഇവന്റെ ലൈനെല്ലാം പൊട്ടിച്ചത് അതിന് കേവലം ഒരു എക്സാമ്പിൾ മാത്രം. കർത്താവേ, 1000 നന്ദി.